കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷും ഹരീഷും ജോലി കഴിഞ്ഞെത്തുമ്പോൾ നികേഷ് പുതച്ചുമൂടി ഉമ്മറത്തെ പടിക്കെട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അവന്റെ അരികിലേക്ക് ഇരുന്നുകൊണ്ട്, എടാ നികേഷ് എങ്ങനെയുണ്ടെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഇപ്പൊ കുറവുണ്ട്, ഏട്ടത്തി ഒരു ഗുളിക തന്നു, അത് കഴിച്ചു എന്ന് നികേഷ് പറയേ. ആ നന്നായി എന്ന് സുഭാഷ് ഏട്ടനും. ഏട്ടത്തി ഇന്ന് മുഴുവൻ എന്റെ കൂടെ ആയിരുന്നു. അടുത്തിരുന്ന് ഏട്ടത്തി ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോ എനിക്ക് അമ്മയുടെ പ്രസൻസ് ഉള്ള പോലെ തോന്നി. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ, അതുകൊണ്ടായിരിക്കുമല്ലേ എന്നവൻ ടെൻഷനോടെ ചോദിക്കേ. അവനെ ഒന്ന് തലോടിക്കൊണ്ട്, ദേ ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. എങ്ങനെ കുറവുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കേ. കുറവുണ്ട്. കുറെ കാലം മുമ്പ് സുഭാഷ് ഏട്ടൻ കല്യാണം കഴിച്ച് ഒരു ഏട്ടത്തിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ സന്തോഷം നേരത്തെ കിട്ടിയേനെ അല്ലേ എന്ന് നികേഷ് ചോദിക്കേ. അതൊന്നും പറയാൻ പറ്റില്ല, വന്നു കയറുന്ന ആളുടെ സ്വഭാവം കൂടി നോക്കണ്ടേ എന്ന് ഹരീഷ് പറയേ. അത് ശരിയാ എന്ന് നികേഷും പറയുക. ഡാ കുറവുണ്ടോ എന്ന് ഹരീഷ് വീണ്ടും ചോദിക്കേ. ഉണ്ടേട്ടാ, ഒരു ഗുളിക കഴിച്ചു, പിന്നെ പനിക്കുർക്കയുടെ ഒറ്റമൂലി കിട്ടി, കുറഞ്ഞു എന്ന് നികേഷ് പറയുമ്പോഴേക്കും ഉമ്മറത്തേക്ക് എത്തിയ നിധിയും, എന്താ ഹരീഷ് സുഖല്ലേ എന്ന് ചോദിക്കുന്നു. അവൻ സംശയത്തോടെ നിധിയെ നോക്കുമ്പോഴേക്കും, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിധിയും. ഒരു പ്രശ്നവുമില്ല, എന്താ അങ്ങനെ ചോദിച്ചെന്ന് ഹരീഷും. നിധിയും അവരുടെ അടുത്തേക്ക് ഇരുന്ന്, അല്ല നീതുവിനോട് അടികൂടാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അറിയാനാ എന്നവൾ പറയേ. അത് ഏട്ടത്തി എങ്ങനെ അറിഞ്ഞു എന്നൊരു ചമ്മലോടെ ഹരീഷും ചോദിക്കുക. അന്നത്തെ പോലെ തന്നെ അവൾ ഈ വീട്ടിൽ വന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് പോയി എന്ന് നിധി പറയുന്നത് കേൾക്കേ. അവൾ എന്തിനാ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നേ എന്ന് ഹരീഷും പറയുന്നുണ്ട്. വീണ്ടും അടിയായല്ലേ നിധി ചോദിക്കേ. ഒരു പതർച്ചയോടെ അടിയൊന്നുമില്ല എന്ന് ഹരീഷും. പിന്നെ എന്ന് സംശയത്തോടെ നിധി ചോദിക്കേ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, ഒറ്റയ്ക്കാവുമ്പോ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോ ഇവള് വന്ന് കയറിയപ്പോ ശരിക്കും പെട്ട പോലെ ആയി. എപ്പോ നോക്കിയാലും അവൾക്ക് ഫോണിൽ വിളിക്കണം, പിന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ. വീണ്ടും വീണ്ടും വിളിക്കുമ്പോ പിന്നെ വട്ടു പിടിക്കാതിരിക്കോ എന്ന് ഹരീഷ് പറയേ. എന്നിട്ട് അത് തീർത്തതോ ഫോണിനോടും എന്ന് നികേഷും. നിധിയും പറയുന്നുണ്ട്, നീ ഏത് സിറ്റുവേഷനിലാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ, അവള് വിചാരിക്കുന്നത് നീ മനഃപൂർവ്വം കട്ട് ചെയ്യുകയാണെന്നല്ലേ, അത് നീ പറഞ്ഞാലല്ലേ അവൾക്ക് മനസ്സിലാവൂ എന്ന് നിധി ചോദിക്കേ. ഒരാള് തിരക്കിലാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണ്ടേ എന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് സംസാരം നിർത്തിയപ്പോ അവൾക്ക് ടെൻഷനായി എന്ന് നിധി പറയേ. അത് എനിക്ക് പറയാനുള്ള ടൈം അവൾ തരണ്ടേ, നാളെ വിളിക്കാന്ന് പറഞ്ഞാൽ അവള് കേൾക്കണ്ടേ എന്ന് ഹരീഷും. കുറെ കാലം നിന്റെ പുറകെ നടന്ന് നിന്നെ കൊണ്ട് ഓക്കെ എന്ന് പറയിച്ചതല്ലേ, വീണ്ടും ഇട്ടേച്ച് പോകുമോന്ന് പേടിയുണ്ടാവും പാവത്തിന്. ഫോൺ വിളിക്കുമ്പോ നീ എടുക്കുന്നില്ല, അങ്ങനെ ചെയ്യാത്തൊരാൾ അങ്ങനെ ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും ടെൻഷൻ വരും ഹരീഷേ. നാളെ അവള് കടയിൽ വരുമ്പോ നീ സംസാരിക്കാതിരിക്കരുത്, ഓക്കെ എന്ന് നിധി പറയേ. അത് സമ്മതിച്ചുകൊണ്ട് ഓക്കെ പറയുക ഹരീഷും. ആളൊരു പാവം കുട്ടിയാ ഹരീഷേ, ഇങ്ങനെയുള്ള ചില ശാഠ്യങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ നിന്നെ പോലൊരു എടുത്തുചാട്ടക്കാരന് അവളെ പോലൊരു ശാഠ്യക്കാരി നല്ലതാ, അല്ലെങ്കിൽ നീയും ഓവറായി പോവും. നാളെ മിണ്ടാതിരിക്കരുത് കേട്ടല്ലോ എന്ന് നിധി പറയേ. അതനുസരിച്ചുകൊണ്ട് ഹരീഷ് അകത്തേക്ക് എഴുന്നേറ്റ് പോവുകയാ. തന്നെ നോക്കിയിരിക്കുന്ന നികേഷിനെ കണ്ട്, എന്താടാ നീ നോക്കുന്നേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. എത്ര നാളെ ഏട്ടത്തി ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കും എന്ന് നികേഷ് ചോദിക്കേ. എന്തേ എന്ന് നിധിയും. എന്റെ ഏട്ടത്തി ഹരീഷിനാണെങ്കിൽ അധികം സംസാരിക്കാത്ത ആളാ, നീതുവാണെങ്കിൽ കലപില സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. ഈ രണ്ടുപേരുടെയും ക്യാരക്ടർ വെച്ച് പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല, ഇതിന്റെ അവസാനം വരെ ഏട്ടത്തി വേണ്ടിവരും. വെരി ടഫ് ജോബ് ഏട്ടത്തി. ഹോ എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ പൊട്ടിച്ചിരിക്കുക നിധിയും. ആ രാത്രിയിൽ സുധീഷും ഒരു കസ്റ്റമറെ കൂട്ടാനായി അദ്ദേഹത്തിന്റെ വീടിന് പുറത്ത് ടാക്സിയും നിർത്തി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽപ്പാ. അവൻ തന്റെ മൊബൈൽ എടുത്ത് ഹരീഷിനെ വിളിക്കുമ്പോഴേക്കും സുധീഷിന്റെ കോളാണെന്ന് കണ്ട് ഹരീഷും മൊബൈൽ എടുത്ത്, എന്താ കോളൊക്കെ ചെയ്യുന്നേ ഒന്നും പതിവില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവുമെടാ, സുഭാഷ് ഏട്ടനോട് പറയാൻ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ നിന്നെ വിളിച്ചേ എന്ന് സുധീഷ് പറയേ. ഓ ഓട്ടമുണ്ടോ എന്ന് ഹരീഷും. അടാ ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, തിരിച്ചു വരാൻ എന്തായാലും വൈകും, പിന്നെ മുന്നിലെ വാതിലടച്ച് ഭദ്രമാകട്ടെ കേട്ടാ, ഞാൻ വൈകിയാണെങ്കിലും എന്തായാലും എത്തുമെന്ന് സുധീഷ് പറയാം. നമ്മുടെ വീടിന്റെ വാതില് എപ്പോഴാ അടച്ചിട്ടുള്ളേ എന്ന് ഹരീഷും. അതല്ല, ഇന്ന് മനഃപൂർവ്വം പുറത്ത് കിടത്താൻ വേണ്ടി നിനക്ക് അടയ്ക്കാൻ തോന്നിയാലോ എന്ന് സുധീഷ് ചോദിക്കേ. ഐഡിയക്ക് നന്ദി, ഇന്നെന്തായാലും അങ്ങനെ ചെയ്തോളാം എന്ന് ഹരീഷും. സുധീഷും ദേഷ്യത്തോടെ, എടാ ചെറുക്ക നീ വർക്ക്ഷോപ്പ് നാളെ തുറക്കൂല കേട്ടോ എന്ന് ഭീഷണിപ്പെടുത്തേ. ഓ ഞാൻ പേടിച്ചു എന്ന് ഹരീഷും. എടാ പൊന്നുമോനെ, ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് നീ അത് അടച്ചു കളയല്ലേ, പിന്നെ ഞാൻ പുറത്ത് തന്തപ്പിടിയുടെ കൂടെ കൊതുകടിയും കൊണ്ട് കിടക്കേണ്ടി വരും എന്ന് സുധീഷ് പറയുന്നത് കേൾക്കേ ചിരിയോടെ ശരി ശരി വായെന്ന് വിളിച്ച് ഹരീഷും കോൾ വെക്കുകയാ. അവിടെ തളത്തിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സുഭാഷ് ഏട്ടനും നിധിയും നികേഷുമെല്ലാം. അപ്പോഴാണ് സുഭാഷിന് അക്കാര്യം ഓർമ്മ വരുന്നത്. അയ്യോ വൈകിപ്പോയി, വൈകിട്ടത്തേക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും ദോശയല്ലേ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് നിധിയും. ചട്നി വേണ്ടെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. രാവിലത്തെ സാമ്പാർ ഒരുപാട് ബാക്കിയുണ്ട്, ഞാൻ വൈകിട്ടൊന്ന് ചൂടാക്കി വെച്ചെന്ന് നിധി പറയേ. അല്ല അപ്പൊ നിങ്ങളാരും കഴിച്ചില്ലായിരുന്നു ഇതുവരെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. എന്നാലും ബാക്കിയുണ്ട് എന്ന് നിധിയും. ആയിക്കോട്ടെന്നേ, ഇത്തിരി ചട്നി കൂടി ഉണ്ടാക്കാന്നേ എന്ന് സുഭാഷ് ഏട്ടൻ വീണ്ടും പറയേ. വേണ്ടെന്നേ എന്ന് നിധിയും. എന്നാ ശരി, ഞാനേ ദോശ അങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന് സുഭാഷ് ഏട്ടൻ പറയാം. ഞാൻ ഉണ്ടാക്കാമെന്ന് നിധി പറയുന്നുണ്ട്. കുറച്ചുകൂടി നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കേ, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അടുക്കളയിലേക്ക് പോവുകയാണ്. അവിടെ വീടിന് പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്ന സുധീഷിന്റെ അരികിലേക്ക് ആ വീട്ടിൽ നിന്ന് കസ്റ്റമർ ഇറങ്ങി വരുമ്പോഴേക്കും, സാറേ ട്രാവൽസിൽ നിന്ന് ക്യാബ് ബുക്ക് ചെയ്തിരുന്നു എന്ന് സുധീഷ് ചോദിക്കേ. അതെ ഞാനായിരുന്നു അയാളോ. കേറും സാറേ എന്ന് പറഞ്ഞ്
സുധീഷ് ചെന്ന് ഡോർ തുറന്നു കൊടുത്ത് അയാളെയും കയറ്റിക്കൊണ്ട് വണ്ടിയെടുത്ത് പോവുകയാ സുധീഷും. അവിടെ സുഭാഷും കൂട്ടരും തളത്തിലിരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. ഫുഡ് കഴിക്കുന്നതിനിടയിലും നിധിയുടെ നോട്ടം ഉമ്മറത്തേക്കാ. അവളെ ശ്രദ്ധിച്ച സുഭാഷേട്ടനും സുധീഷിനെ ഇനിയും കണ്ടില്ലല്ലോ സുഭാഷേട്ടാ എന്ന് ചോദിക്കുന്നത് കേൾക്കെ ഹരീഷും ഒരു ചിരിയോടെ സുഭാഷേട്ടനെ നോക്കുന്നുണ്ട്. അല്ല, സാധാരണ ഈ സമയത്ത് എത്താറുള്ളതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് നിധി പറയേ. നികേഷും ചിരിയോടെ അർത്ഥം വെച്ച് തലകുലുക്കുകയാ. എന്നെ വിളിച്ചിട്ട് വൈകുമെന്ന് പറഞ്ഞായിരുന്നു, വരുമെന്ന് ഹരീഷും പറയുന്നു. ഓക്കെ അപ്പൊ ഫുഡ് എന്ന് നിധി ചോദിക്കേ. മോളെ, അവൻ ചിലപ്പോ പുറത്തുനിന്ന് കഴിക്കും, അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിക്കും, ഞാൻ എടുത്തു വെച്ചോളാം, മോള് കഴിക്കെന്ന് സുഭാഷേട്ടൻ പറയുന്നു. ഫുഡെല്ലാം കഴിഞ്ഞ് സുഭാഷേട്ടൻ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോഴും നിധി ടെൻഷനോടെ തളത്തിലൂടെ നടക്കുകയായിരുന്നു. മൊബൈലിൽ നോക്കി നിൽക്കുന്ന അവളെ കണ്ട് എന്താ നിധി എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. ഒന്നുമില്ല, സുധീഷ് വരാറായെന്ന് നോക്കിയതാണെന്ന് നിധിയും. അവൻ വരാൻ ലേറ്റ് ആവുമെന്ന് ഹരീഷിനോട് വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ എന്ന് സുഭാഷേട്ടൻ പറയേ. ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതെ, രാത്രി ചിലപ്പോ വല്ല ഓട്ടവും കിട്ടിക്കാണും, മോള് ചെന്ന് കിടന്നു, അവൻ വന്നോളുമെന്നേ എന്ന് സുഭാഷേട്ടൻ പറയുമ്പോഴേക്കും നികേഷും അവർക്ക് കിടക്കാനുള്ള പായവുമായി അങ്ങോട്ടെത്തുകയാണ്. ശരി, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് നിധി മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അത് കണ്ട് നികേഷും സുഭാഷേട്ടനോടായി പറയുന്നുണ്ട്. ആഹാ, അപ്പോ ഏട്ടത്തിക്ക് സുധീഷ് ഏട്ടനോട് സ്നേഹമുണ്ടല്ലേ? സുഭാഷും പറയുകയാ. അതേടാ, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാ മതിയായിരുന്നുവെന്ന്. വെറുതെ അങ്ങ് തെളിഞ്ഞ പോരെ, അതിനു മുമ്പ് എന്തിനാ കലങ്ങണേ എന്ന് നികേഷ് തന്റെ സംശയം ചോദിക്കേ. ചുമ്മാ തിരിടാ എന്ന് ദേഷ്യത്തോടെ സുഭാഷേട്ടൻ. അവിടെ ഡ്രൈവിംഗിലായിരുന്ന സുധീഷിന്റെ മൊബൈലിലേക്ക് നിധിയുടെ കോൾ വരികയാ. നിധിയാണെന്ന് കണ്ട് സുധീഷും നിധി ഇവളെന്താ ഈ നേരത്ത് എന്ന് സംശയത്തോടെ ആലോചിച്ച് സാറിനോടായി, സാറേ എന്റെ മിസ്സിസ് ആണേ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കേ. അതിനെന്താ, വണ്ടി സൈഡ് നിർത്തിയിട്ടായിക്കോ എന്ന് അയാളോ. ഓക്കെ സാർ എന്ന് പറഞ്ഞ് സുധീഷ് വണ്ടി സൈഡ് ഒതുക്കി നിർത്തി നിധിയുടെ കോൾ അറ്റൻഡ് ചെയ്യുകയാ. സുധീഷ് എവിടെയുണ്ട് എന്ന് നിധി ചോദിക്കേ. ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. ഈ നേരത്തോ എന്നവൾ ചോദിക്കേ. ഏത് നേരമായാലെന്താ, ഓട്ടം വിളിച്ചാ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് സുധീഷ് പറയേ. വരാൻ ലേറ്റ് ആവോ എന്നവൾ ചോദിക്കുക. കുറച്ചു വൈകും, എന്തു പറ്റി, എന്തേലും വേണോ എന്ന് സുധീഷ് ചോദിക്കേ. എനിക്കൊന്നും വേണ്ട, ഇനിയും കണ്ടില്ലല്ലോ എന്നോർത്ത് വിളിച്ചതാ എന്ന് നിധിയും. സുധീഷും അമ്പരപ്പോടെ ഇത് നമ്മുടെ ആള് തന്നെയാണോ, ഇത്രയും സ്നേഹത്തോടെയൊക്കെ സംസാരിക്കാൻ അറിയോ എന്ന് മനസ്സിൽ ചിന്തിക്കേ. സുധീഷിന്റെ മറുപടി ഒന്നുമില്ലാഞ്ഞ് ഹലോ എന്ന് നിധി വിളിക്കുന്നുണ്ട്. ഞാൻ വരും, കുറച്ച് വൈകുമെന്ന് മാത്രം എന്നവൻ പറയേ. ശരി, എന്ന് ഞാൻ വെക്കട്ടെ എന്ന് നിധിയും. ശരിയെന്ന് പറഞ്ഞ് സുധീഷും സന്തോഷത്തോടു കൂടി ആ കസ്റ്റമറോടായി പറയുന്നുണ്ട്. എന്നും രാത്രി ഞാൻ 7 മണിയാകുമ്പോ വീട്ടിലെത്താറുള്ളതാണേ, കാണാതായപ്പോ വൈഫിന് ടെൻഷൻ, അതാ വിളിച്ചെന്ന് സന്തോഷത്തോടെ പറഞ്ഞ് സുധീഷും വണ്ടി എടുക്കുകയാണ്. നിധി കോൾ കഴിഞ്ഞ് തളത്തിലെത്തുമ്പോഴേക്കും അവന് വിളിച്ചിട്ട് കിട്ടിയോ എന്ന് സുഭാഷേട്ടനും ചോദിക്കുന്നുണ്ട്. കിട്ടി, ഓട്ടത്തിലാണെന്ന് പറഞ്ഞു എന്നവൾ പറയേ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോളെ, ടെൻഷൻ ആവണ്ട, മോള് പോയി ഉറങ്ങിക്കോ, അവന്റെ കാര്യത്തിൽ മോൾക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് സുഭാഷേട്ടൻ പറയേ. ഞാൻ മുഖേന ഈ കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ച മരണം വരെ അതെന്നെ ബാധിക്കില്ലേ സുഭാഷേട്ട എന്ന് നിധി പറയേ. എന്ന് വെച്ചാ എന്ന് സംശയത്തോടെ സുഭാഷേട്ടൻ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ, അതിന്റെ ബാക്കി വല്ലതും സംഭവിച്ചാലൊന്നൊരു ടെൻഷൻ എന്ന് നിധി ടെൻഷനോടെ പറയേ. അതാണോ മോൾ അവനെ കാത്തു നിന്നെന്ന് സുഭാഷും ചോദിക്കുക. അപ്പോഴേക്കും നികേഷും ഹരീഷും തളത്തിലേക്ക് എത്തുന്നുണ്ട്. അതെ സുഭാഷേട്ടാ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പായാൽ അത്രയും സമാധാനമായല്ലോ എന്ന് നിധി പറയേ. ഒന്നും ഉണ്ടാവില്ല, മോള് പോയി കിടന്നുറങ്ങിക്കോ എന്ന് സുഭാഷേട്ടൻ പറയും. നിധി എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഏട്ടത്തി സുധീഷ് ഏട്ടനെ കിട്ടിയോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഓട്ടത്തിലാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് നിധി തന്റെ റൂമിലേക്ക് പോവുകയാണ്. നികേഷും സുഭാഷേട്ടനോടായി പറയുന്നുണ്ട്. സുധീഷ് ഏട്ടൻ ഒന്ന് വൈകിയപ്പോഴേക്കും ഏട്ടത്തിക്ക് ടെൻഷൻ തുടങ്ങിയോ എന്ന് ചോദിക്കാൻ നിന്നതാ, പിന്നെ വേണ്ടെന്ന് വെച്ചു എന്ന്. അങ്ങനെ ചോദിക്കേണ്ട നികേഷേ, അവര് തമ്മിൽ അങ്ങനെയൊരു അടുപ്പം സ്വാഭാവികമായി സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ, നമ്മളായിട്ട് അതിനെ തളർത്താനും വളർത്താനും നിൽക്കണ്ട. ഒരു പക്ഷേ അത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, വെറുതെ എന്തിനാ, നീ ചെന്ന് കിടക്കാൻ നോക്കും എന്ന് സുഭാഷേട്ടൻ പറയേ. നികേഷും ഹരീഷും എല്ലാം തളത്തിൽ പാവിരിക്കാനായി തുടങ്ങുകയാണ്. രാത്രി നല്ല ഉറക്കത്തിലായിരുന്ന നിധി അരുണേട്ടനും കൂട്ടരും സുധീഷേട്ടനെ കെട്ടിയിട്ട് തല്ലുന്നത് സ്വപ്നം കാണുകയാണ്. ആ കാഴ്ച കണ്ടവൾ ഞെട്ടി ഉണരുമ്പോഴേക്കും സുധീഷിന്റെ ടാക്സി മുറ്റത്തേക്ക് വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. സുധീഷാണെന്ന് മനസ്സിലായി നിധിയും പെട്ടെന്ന് എഴുന്നേറ്റ് തളത്തിലൂടെ നടന്ന് ഉമ്മറത്തേക്ക് പോകുമ്പോഴേക്കും ഉറങ്ങാതെ കിടക്കുകയായിരുന്ന ഹരീഷും അത് ശ്രദ്ധിച്ച് പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. സുധീഷ് ഉമ്മറത്തേക്ക് കയറുമ്പോഴേക്കും നിധി ചെന്ന് ഡോർ തുറക്കുകയാണ്. സുധീഷും അമ്പരപ്പോടെ ഇതെന്താ, ഇയാൾ വന്ന് കഥ തുറന്നേ, ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ ചോദിക്കേ. ഇല്ല, മറ്റുള്ളവരെല്ലാം ഉറങ്ങി, അതാ ഞാൻ വന്ന് തുറന്നേന്ന് നിധിയും. അല്ല, ഇയാൾ ഉറങ്ങാതിരിക്കായിരുന്നു ഇത്രയും നേരം, ഞാൻ ഹരീഷിനോട് ഈ കഥക് കുറ്റിയിടരുതെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് സുധീഷ് പറയേ. എന്താ ഇത്ര വൈകിയതെന്ന് നിധിയും ചോദിക്കുക. അത് വൈകുന്നേരം ഒരു ഓട്ടം വിളിച്ച് പറഞ്ഞായിരുന്നേ, വേറെ ആരും പോവാനില്ലായിരുന്നു, അതാ ഞാൻ പോയത് എന്ന് സുധീഷ് പറയേ. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് നിധിയും ചോദിക്കുന്നു. എന്ത് പ്രശ്നം എന്ന് സുധീഷ് ചോദിക്കേ. ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. കഴിച്ചായിരുന്നോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് സുധീഷ് പറയേ. എന്നാ കഴിച്ചിട്ട് കിടന്നോളൂ, ഞാൻ ഉറങ്ങാൻ പോവാ എന്ന് പറഞ്ഞ നിധി അകത്തേക്ക് കയറി പോവുകയാണ്. സുധീഷും ഒരു നിമിഷം അവൾ പോകുന്നത് നോക്കി നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി കൈയും മുഖവും എല്ലാം കഴുകുമ്പോഴേക്കും പുറകുവശത്തെ വരാന്ത വഴി ഹരീഷ് അങ്ങോട്ട് വന്ന് കുനിഞ്ഞു നിൽക്കുകയായിരുന്ന സുധീഷിന്റെ പുറത്തൊരു അടി വെച്ച് കൊടുക്കുകയാണ്. അയ്യോ, എന്താടാ ഇത്, എന്തൊരു വേദനയെന്നറിയോ, നീ എന്തിനാ എന്നെ അടിച്ചെന്ന് സുധീഷ് ചോദിക്കേ. പറയാം, അതിനു മുന്നേ ഒരു കാര്യം പറ, ജോലി ഉണ്ടായിരുന്നത് കൊണ്ടാണോ വൈകിയത്, അതോ വെയിറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം വൈകിയതാണോ എന്ന് ഹരീഷ് ചോദിക്കേ. ആരെ വെയിറ്റ് ചെയ്യിക്കാൻ, നിങ്ങളെയോ? ഞാൻ വരില്ലെന്നറിഞ്ഞാൽ എനിക്കുള്ള ചോറ് കൂടി എടുത്ത് വിഴുങ്ങുന്ന നിന്നെയോ എന്ന് പുച്ഛത്തോടെ
സുധീഷ് ചോദിക്കെ എച്ചിത്തരം പറയാതെ, ഞാൻ ഉദ്ദേശിച്ചത് ഏട്ടത്തിയെയാ. ഇത്ര നേരവും സുധീഷേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ചിലപ്പോ പ്രേമം മൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് ഹരീഷ് പറയെ. മൊട്ടല്ല കായ, ഒന്ന് പോയിടാ, പോയി കിടന്നുറങ്ങാൻ നോക്കെന്ന് സുധീഷും. ഇയാൾക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ? സുധീഷേട്ട സത്യമായിട്ടും ഏടത്തി ഉറങ്ങാതെ സുധീഷേട്ടനെ കാത്തിരിക്കുകയായിരുന്നു എന്ന് ഹരീഷ് ഉറപ്പിച്ച് പറയെ. അങ്ങനെയാണോ? ഏയ് എന്ന് സുധീഷും. എന്ന് ഹരീഷ് പറയെ. കുറച്ചു മുമ്പേ എന്നെ വിളിച്ചിട്ട് എവിടാന്ന് ചോദിച്ചായിരുന്നു. ശരിക്കും എന്നെ കുറിച്ച് ആലോചിച്ച് ഉറങ്ങാതിരിക്കായിരുന്നു എന്നാണോ നീ പറയുന്നേ എന്ന് സുധീഷ് ചോദിക്കേ. എനിക്ക് അങ്ങനെയാ തോന്നണേ. സുധീഷേട്ടൻ വരുന്നുണ്ടോ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. ഒരു വഴിയെ പ്രേമം മുളയ്ക്കാൻ തുടങ്ങിയോന്ന് ഒരു സംശയം എന്ന് ഹരീഷ് സംശയത്തോടെ പറയെ. നീ പോയേ, നീ ചുമ്മാ മനുഷ്യനെ കളിയാക്കാനായിട്ട് എന്ന് സുധീഷും. ഞാൻ എന്തിനാ കളിയാക്കണേ? ടെൻഷൻ അടിച്ചിരിക്കണേ കണ്ടു, ഞാൻ പറഞ്ഞു. അത് കണ്ടപ്പോ ചെറിയൊരു സന്തോഷം തോന്നി. അത് കണ്ടപ്പോ നിങ്ങളടുത്ത് വന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് ഹരീഷ് പറയെ സന്തോഷത്തോടെ. ആണോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ആണെന്നേ. അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയില്ലെങ്കിൽ പിന്നെ കാത്തിരിക്കോ എന്ന് ഹരീഷ് സംശയത്തോടെ ചോദിക്കേ. ഞാൻ 1-2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടടാ. അവളുടെ അച്ഛൻ എനിക്കിട്ട് പണിയാൻ നോക്കിയതിന്റെ ശേഷേ എന്നോടൊരു സഹതാപമൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന് സുധീഷ് പറയെ. സഹതാപമല്ല സുധീഷേട്ടാ, അത് പ്രേമം തന്നെ ആയിരിക്കുമെന്ന് ഹരീഷും. ഇനിയിപ്പോ സഹതാപമാണെങ്കിൽ കൂടി എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ആ റൂട്ട് വഴി കയറിപ്പിടിച്ച് അതിനെ പ്രേമമാക്കി മാറ്റിക്കോളും ഇടാ. ഇനി പ്രേമമാണെങ്കിലോ അത് ഡബിൾ ലോട്ടറി അല്ലേടാ എന്ന് സന്തോഷത്തോടെ സുധീഷ് ചോദിക്കുന്നുണ്ട്. കറക്റ്റ് എന്ന് ഹരീഷ് പറയെ. അപ്പോ കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആണല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. അതേന്ന് എന്ന് ഹരീഷും. നോക്കാം, മോൻ ചെന്ന് കിടക്കാൻ നോക്ക്. ഏട്ടൻ ഇവിടെ തന്നെ ചിരുന്ന് കുറച്ച് സ്വപ്നം കാണട്ടെ എന്ന് സുധീഷ് പറയെ. ശരി ശരി എന്ന് പറഞ്ഞ് ഹരീഷ് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് വീണ്ടും വിളിച്ച് അനിയ വാടാ എന്ന് വിളിക്കേ. ഹരീഷും അങ്ങോട്ട് ഇറങ്ങി വന്ന് എന്താണെന്ന് ചോദിക്കും. അങ്ങോട്ടേക്ക് നോക്ക്, ഒരു മിന്നി എന്ന് പറയേ. ഹരീഷ് അത് നോക്കി നിൽക്കേ. സുധീഷ് അവന്റെ പുറത്തിട്ടൊരു ഇടി വെച്ച് കൊടുക്കേ. വേദനയോടെ അവൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഇപ്പൊ കണക്ക് ശരിയായി, ഇനി പോയിക്കോട്ടോ എന്ന് സുധീഷ് പറയേ. ഇയാളോട് ഏട്ടത്തിക്ക് ഒരു കുന്തവുമില്ല, നോക്കിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാ ഹരീഷും. പിന്നീട് രാവിലെ ആവുമ്പോ സുധീഷ് വരാന്തയിൽ നിന്ന് മുഖം കഴുകുമ്പോഴാണ് നികേഷ് അങ്ങോട്ടെത്തുന്നത്. അവനെ കണ്ട് നിനക്ക് പനി എങ്ങനെയുണ്ട്, കുറവില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. പിന്നെ അടിപൊളിയായി, പാവം ഏട്ടത്തി ഇന്നലെ മുഴുവൻ എന്റെ കൂടെ തന്നെ ആയിരുന്നു. ഏട്ടത്തി ഇങ്ങോട്ട് വന്നത് ഒരു ഭാഗ്യമാ സുധീഷേട്ടാ എന്ന് നികേഷ് പറയേ. ആർക്ക് എന്ന് സുധീഷ്. എന്താ അങ്ങനെ ചോദിക്കുന്നത് എന്ന് നികേഷ് ചോദിക്കേ. നിനക്ക് അറിഞ്ഞൂടെ, ഞാൻ പറഞ്ഞത്. എടാ നിനക്കും ഹരീഷിനും ഏട്ടത്തി, സുഭാഷ് ഏട്ടന് അനിയത്തി, എനിക്ക് മാത്രം ആരോ ഒരാള്. എന്നാലും പ്രതീക്ഷയ്ക്ക് വകയുള്ള ചില മാറ്റങ്ങൾ ഉണ്ടായി വരുന്നത് കൊണ്ട് ഭാവി കാര്യങ്ങളൊക്കെ മാറി മറിയുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് സുധീഷ്. അതെന്താ ഇപ്പൊ ഉണ്ടായ മാറ്റം എന്ന് നികേഷ് ചോദിക്കേ. ചിരിയോടെ സുധീഷും പറയുന്നുണ്ട്. സാധാരണ ഞാൻ ജോലിക്ക് പോയാ നിന്റെ ഏട്ടത്തി അന്വേഷിക്കുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഞാൻ എപ്പോഴാ പോകുന്നത് വരുന്നത് എന്നൊന്നും അന്വേഷിക്കാറില്ലെന്നേ. പക്ഷേ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ലല്ലോ, അവൾ എന്നെ കാത്തിരിക്കായിരുന്നു എന്നൊരു നാണത്തോടെ സുധീഷ് പറയേ. അത് ശരി ആണോ, അതൊരു ഗംഭീര മാറ്റമാണല്ലോ എന്ന് ചിരിയോടെ നികേഷും പറയുന്നുണ്ട്. എന്റെ മുല്ലയും പൂക്കുമായിരിക്കും എന്ന് സുധീഷ് പറയേ. മുല്ലയോ ആവല്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. എടാ പ്രേമത്തിന് മുല്ലയാണ് നല്ലത്, കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ച് മല്ലിക പൂവിൻ മധുരഗന്ധം എന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക സുധീഷ്. ശേഷം അതിന് താളം പിടിക്കുമ്പോഴേക്കും ബക്കറ്റുമായി മുറ്റത്തേക്ക് വന്ന നിധിയും ആരടാ കരഞ്ഞത് ഇവിടെ എന്ന് ചോദിക്കേ. കരയേ എന്ന് നികേഷും. ഒരു കഴുത കരയുന്ന പോലെ തോന്നി എന്ന് നിധി ചോദിക്കേ. അതോ ദാ നിൽക്കുന്നു എന്ന് സുധീഷിനെ ചൂണ്ടിക്കൊണ്ട് നികേഷും. സുധീഷ് ആയിരുന്നോ എന്നൊരു ചിരിയോടെ ചോദിച്ച് നിധി അവിടെ നിന്ന് നടന്നു നീങ്ങുകയാ. അവൾ ചെന്ന് അലക്കിയ തുണിയെല്ലാം പിഴിഞ്ഞ് അഴയിൽ വിരിക്കുമ്പോഴേക്കും സുധീഷും അവളുടെ അടുത്തേക്ക് ചെന്ന് നിധി ശരിക്കും ഒരു ഗ്രേറ്റ് പേഴ്സൺ ആണ് കേട്ടോ എന്ന് പറയേ. സംശയത്തോടെ ഞാനോ എന്ന് നിധിയും. ശരിക്കും എന്ന് സുധീഷ് പറയേ. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ എന്ന് നിധിയും. അല്ല ഇയാളുടെ വീട്ടിലുള്ളവരെല്ലാം വേറൊരു തരത്തിലുള്ള ആൾക്കാരാണ്, ഇയാള് മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയെ എന്ന് സുധീഷ് ചോദിക്കേ. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ എന്ന് നിധിയും. ഈ ഉള്ളിലുള്ളത് ഒളിച്ചു വെച്ച് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് സുധീഷ് പറയേ. മനസ്സിലായില്ല എന്ന് നിധിയും. അല്ല ഇന്നലെ രാത്രി ഞാൻ വരാൻ വൈകിയപ്പോ ഫോൺ വിളിച്ച് ചോദിച്ചില്ലായിരുന്നു, അതുപോലെ ഈ വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങിയിട്ടും നിധി മാത്രം ഞാൻ വരുന്നത് വരെ ഉറങ്ങാതിരുന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. അതിന് എന്ന് നിധിയും. അല്ല നിധിക്ക് എന്നോടൊരു പരിഗണനയുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു എന്ന് പറഞ്ഞ് ഇമോഷൻ അഭിനയിച്ചുകൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സാധാരണ ഞാൻ വരാൻ വൈകിയ സുഭാഷിനെ വിളിച്ച് ചോദിക്കുമായിരിക്കും, ഇവനും ഹരീഷുമൊന്നും അത് മൈൻഡ് ചെയ്യാറ് പോലുമില്ല. എന്നാ ഇന്നലെ നിധി ഉറക്കമൊഴിച്ച് എന്നെ കാത്തിരുന്നു എന്നൊക്കെ സുധീഷ് അവളോട് പറയുമ്പോഴേക്കും ഉമ്മറത്തിരുന്ന് അവരെ ശ്രദ്ധിക്കായിരുന്ന നികേഷിന്റെ അടുത്തേക്ക് ഹരീഷും വന്നിരുന്ന് എടാ എന്താ എന്ന് ചോദിക്കുന്നു. സങ്കടം പറയാ എന്ന് നികേഷും പറയുക. സുധീഷും കണ്ണു തുറച്ചുകൊണ്ട് സത്യമായിട്ടും എനിക്കും സങ്കടം വന്നുപോയി, അമ്മ കാത്തിരുന്ന അനുഭവമൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ, കണ്ണു നിറഞ്ഞുപോയി നിധി എന്ന് സുധീഷ് തകർത്ത് അഭിനയിക്കുന്നത് കണ്ട് ഡാ ഭയങ്കര നാടകമാണല്ലോ എന്ന് ഹരീഷ് നികേഷിനോടായി ചോദിക്കുന്നു. കുറച്ചു നേരമായി തുടങ്ങിയിട്ട് ഞാൻ ആ ക്ലൈമാക്സിന് വെയിറ്റ് ചെയ്യുകയാണെന്ന് നികേഷും. വല്ലാത്തൊരു ഫീലിംഗ്, അത് പറഞ്ഞു ബോധിപ്പിക്കാൻ പറ്റില്ലെന്നേ എന്നൊക്കെ സുധീഷ് സങ്കടം അഭിനയിച്ച് പറയേ.
സുധീഷെ എന്ന് നിധി വിളിക്കെ എന്തോ എന്ന് സുധീഷ് വരാൻ വൈകിയതിലൊന്നും എനിക്ക് വിഷമമില്ല എന്നവൾ പറയുന്നത് കേൾക്കെ ഇല്ലേ എന്ന് സുധീഷും. അത് കേൾക്കെ ഹരീഷനും നികേഷിനും ചിരി വരുന്നുണ്ട്. ഇന്നലെ ആയതുകൊണ്ട് ഇതിൽ ടെൻഷൻ തോന്നിയെന്നേ ഉള്ളൂ എന്ന് നിധി പറയേ ഇന്നലെ എന്താ പ്രത്യേകത എന്ന് സുധീഷ്. രാത്രി വരാൻ വൈകിയപ്പോ അച്ഛനും ചേട്ടനും വല്ലതും ചെയ്തിട്ടാണോന്ന് ഒരു പേടി തോന്നി. ഞാൻ കാരണം ഒരാൾക്ക് ആപത്തുണ്ടാവുമല്ലോ എന്ന് ഓർത്തപ്പോ ഉറക്കം വന്നില്ല. അല്ലാതെ സുധീഷ് വൈകിയതുകൊണ്ടൊന്നും അല്ല. അതിനെപ്പറ്റി വേറൊന്നും വിചാരിക്കണ്ട. അങ്ങനെ കണ്ണു നിറയാനുള്ളതൊന്നുമില്ല എന്നവൾ പറയുന്നത് കേട്ട് ഒരു ചമ്മലോടെ നിൽപ്പാ സുധീഷ് ഒന്ന് മാറി നിന്നേന്ന് പറഞ്ഞ് ബക്കറ്റിൽ നിന്ന് തുണിയെടുത്ത് ഒന്ന് കുടഞ്ഞ് അഴയിൽ വിരിച്ചിട്ട് അവിടുന്ന് നടന്നു പോവുകയാ നിധി. ചമ്മലോടെയും സങ്കടത്തോടെയും സുധീഷ് നിൽക്കെ നികേഷും ഹരീഷും അവന്റെ ഇടയിലേക്ക് നടന്നു ചെന്ന് നികേഷ് പറയുന്നുണ്ട്, സുധീഷേട്ടൻ ഏട്ടത്തി എന്താ പറഞ്ഞിട്ട് പോയതെന്ന് മനസ്സിലായോ? സുധീഷേട്ടൻ വന്നാലും പോയാലും അവിടെ ഒരു പ്രശ്നവുമില്ല. അതുകൾക്ക് ഹരീഷും പറയുന്നുണ്ട് മറ്റൊരു തരത്തിൽ ഏട്ടത്തിക്ക് ഇങ്ങരോട് ഒരു മണ്ണാങ്കട്ടയും ഇല്ല എന്നവൻ പറയുന്നത് കേൾക്കെ പോടാ അവിടുന്ന്, അങ്ങനെയൊന്നുമല്ല പറഞ്ഞത് എന്ന് സുധീഷും. ആണ് എന്ന് രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞ് അതിന്റെ കാരണം സുധീഷേട്ടൻ തന്നെയായെന്ന് ഹരീഷും. ഞാൻ എന്ത് ചെയ്തിട്ട് എന്ന് സുധീഷ് ചോദിക്കും. ഇങ്ങരുടെ ഈ നാടകം തന്നെ എന്ന് ഹരീഷ്. നികേഷും പറയുന്നുണ്ട് ഏട്ടത്തി സുധീഷേട്ടനെ കാത്തിരുന്നതാണെന്ന് സുധീഷേട്ടൻ അറിയാം. അപ്പൊ പിന്നെ അതിനെപ്പറ്റി ചോദിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോ അതേപ്പറ്റി സംസാരിക്കുമ്പോൾ മനഃപൂർവ്വം ഇഷ്ടമുണ്ടാക്കാൻ വേണ്ടിയാണെന്ന് ഏട്ടത്തിക്ക് തോന്നില്ലേ എന്ന് നികേഷ് പറയേ അതോടെ എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അത് പോയി കിട്ടുകയും ചെയ്യും എന്ന് ഹരീഷും. അതുകൾക്ക് സുധീഷ് ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും വാടാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് ഹരീഷ് നികേഷിനെ വിളിച്ചോണ്ട് പോവുകയും ആകെ ടെൻഷനോടെ അഴയും തോളിലിട്ട് ആണോ ഏയ് എന്ന് പറഞ്ഞു നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നീതുവും ഹരീഷും കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് വീണ്ടും ഒന്നിക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.